സന്നദ്ധ സംഘടനകൾ, മാധ്യമപ്രവർത്തകർ, സൗദി ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഞാൻ നന്ദി കടപ്പാട് പറയും. 25 വർഷം ശരിക്കും എന്തായിരുന്നു ഈ കട എന്തായിരുന്നു? കട ഞാൻ കഫീലിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് നടത്തിയായിരുന്നു. കഫീലിന് മാസം 6000 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ബാക്കി ഞാൻ നല്ലപോലെ പൈസ ഉണ്ടാക്കിയാണ് നല്ല വീടൊക്കെ വെച്ച്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം അത് എന്റെ ഫാമിലി ഒന്ന് 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് കുറച്ച് ബാധ്യതകൾ ഇങ്ങനെ വന്നു. പിന്നെ കുറെ ഇങ്ങനെ പൈസകൾ എടുത്ത് കച്ചവടം ചെയ്ത് ഇങ്ങനെ അടച്ചോണ്ടിരുന്നു. ഡെയിലി പലിശ ഒരു ഘടകമാണ്. ഞാൻ വാങ്ങിച്ച യമനികൾ, പിന്നെ മലയാളിക്ക് യമനികളെ കടയിൽ ലൈസൻസ്, പിന്നെ കാമ ഒരാൾ സാക്ഷി, ഇങ്ങനെയാണ് പൈസ തരുന്നത്. അപ്പൊ ഞാനിങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നു അടച്ചോണ്ടിരുന്നു. പറ്റുന്നു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് കച്ചവടം ഡൗണായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെയും മേക്കപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഫീലിന് കൊടുക്കണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, എല്ലാം കൊണ്ടും ചെയ്തുകൊണ്ടേ ഇരുന്ന് കച്ചവടം. അപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ കുറച്ച് അടുത്തടുത്ത് 2 പൈസ എടുത്തു. 30 റിയാൽ എടുത്ത് അതിൽ കുറച്ച് അടച്ചും കൊടുത്തു. അപ്പൊ അതിനിടയിൽ ഒരു ജാമ്യം വേറെ മലയാളി ഉണ്ടായിരുന്നു, പാലക്കാട്ടുകാരൻ. അപ്പൊ അവന് ഞാനിങ്ങനെ ഇങ്ങോട്ട് ജവാനിട്ട് മാറിയപ്പോ ഇവന് പെട്ടെന്ന് നാട്ടിൽ പോയി. അപ്പൊ അവന്റെ ബാധ്യങ്ങൾ എനിക്കായി. ഞാൻ ജാമ്യം അവന് പൈസ എടുത്ത് കൊടുത്തു. അവന്റെ ജാമ്യത്തിൽ ഞാനും പൈസ എടുത്തു. പക്ഷെ അവൻ വരാത്തതുകൊണ്ട് അവന്റെ പൈസയും കൂടെ ഞാൻ അടയ്ക്കേണ്ട ഇതാണ്. അതായത് ഏകദേശം 21,000 റിയാലോളം ഈ യമനിക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു മലയാളിക്ക് ഒരു നാട്ടിൽ 5 ലക്ഷം രൂപയോളം ഉണ്ട്. പിന്നെ ഒരു 3 ലക്ഷം രൂപ നാട്ടിലുള്ള കടം എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ 5 ലക്ഷം വരത്തിലുള്ള അകത്തുള്ള ബാങ്കിൽ ഒരു ലോൺ ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ വീട് വെക്കാൻ ശ്രമിച്ചത് ഈ കടങ്ങൾ എന്നിട്ടും ഞാൻ പോകണ്ടെന്ന് കരുതി ഇവിടെ നിന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്ത് 1-2 വർഷം കടങ്ങൾ തീർത്തിട്ട് നല്ലതുപോലെ ജോലിക്ക് പോകാം, നമുക്ക് ജീവിക്കാം. അവനെ ഇവിടെ കൊണ്ടുവന്നതിന് കമ്പനി. അഫാന്റെ പിതാവിന്റെ സംസാരമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. മരണകാരണം ഇത്തരത്തിൽ വലിയൊരു ഭീകരമായ ഒരു കൂട്ടക്കൊലക്ക് തന്നെ കാരണമായത് പലിശയാണ് എന്നുള്ളതാണ്. അഫാന്റെ കുടുംബം ഒന്നടങ്കം മണ്ണിനടിയിലേക്ക് പോകാൻ കാരണം അഫാൻ അതിനൊരു കാരണക്കാരനായി. പക്ഷെ അതിൻ്റെ പിന്നിൽ മറയത്തിരിക്കുന്ന ഒരു പ്രതി എന്ന് പറയുന്നത് പലിശയാണ്. പരിശുദ്ധ ഇസ്ലാം സംബന്ധിച്ചിടത്തോളം പലിശ തീരെ ഹറാമാക്കിയിട്ടുള്ള, പാടെ ഹറാമാക്കിയിട്ടുള്ള ഒരു മതം കൂടെയാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ നിർബന്ധിത സാഹചര്യങ്ങൾക്കിടയിൽ പലിശ തൊടേണ്ടി വന്നേക്കാം. പക്ഷേ ആർഭാടങ്ങൾക്ക് വേണ്ടി, അനാവശ്യങ്ങൾക്ക് വേണ്ടി പലിശയിൽ നമ്മൾ കൈതൊട്ടോ അത് നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ അഫാന്റെ കുടുംബം, ഇവൻ്റെ ഉപ്പ ഇങ്ങനെ പറയുമ്പോൾ ആ പൊന്നുമോന് പോലും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ചെകുത്താന്മാരെക്കാൾ, നായകളെക്കാൾ മോശമായ സ്വഭാവത്തിലൂടെ ഒരൊറ്റ ദിവസം 5 പേരെ കൊന്നൊടുക്കുമ്പോൾ സ്വന്തം ഉമ്മയെ വരെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ അവന് ഇത്തരത്തിലുള്ള പ്രേരണയായിട്ടുള്ളത് പലിശയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾക്കിടയിലൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് ജീവിക്കുന്നത് പലിശ കൊണ്ടാണ്. പാവപ്പെട്ട ആളുകൾക്ക് പണം കൊടുത്ത് ആ പാവപ്പെട്ടവരുടെ കണ്ണുനീരാണ് ശരിക്കും പലിശ എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അതിനെ നിരോധിച്ചിട്ടുള്ളതും. ഇസ്ലാം ഏതൊരു കാര്യത്തിലും കൃത്യമായ കാഴ്ചപ്പാടുള്ളൊരു മതം കൂടെയാണ്. ഇസ്ലാമിൽ ഒരിക്കലും നമുക്ക് പലിശ തൊടേണ്ട സാഹചര്യം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. പട്ടിണി കിടന്നാലും പലിശയിലേക്ക് തൊടാത്ത സാഹചര്യത്തിൽ, പലിശ തൊടാതെ ജീവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസികളുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും പലിശ ഹറാമ് തിന്നൂല എന്ന് നിർബന്ധ വാശിയുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ആർഭാടങ്ങൾക്ക് വേണ്ടിയും ആവശ്യത്തിനപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പലിശ എടുക്കുന്നത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇതുപോലെയുള്ള മഹാഭീകരാവസ്ഥയിലേക്കായിരിക്കുമെന്നുള്ളതാണ് അഫാന്റെ ഈ ഒരു കൊലപാതകം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം, അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളൊന്നും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം എവിടെയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളീയ സാഹചര്യമാകുമ്പോൾ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, സംഘടനകൾ, രാഷ്ട്രീയമാകട്ടെ മതപരമാകട്ടെ എല്ലാ തലത്തിലും അവകാശികളെ കിട്ടാതിരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകാറുണ്ട്. സക്കാത്തിന്റെ അവകാശികളെ നോക്കുമ്പോൾ കിട്ടാത്തൊരു സാഹചര്യം. അപ്പോൾ എവിടെയും മനുഷ്യന് സാധാരണ ജീവിതം നയിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. എന്നാൽ അതിനിടയിലും മറ്റുള്ളവൻ്റെ മുന്നിൽ പ്രയാസം അവതരിപ്പിക്കാതെ ബുദ്ധിമുട്ട് സഹിച്ച് മുന്നോട്ട് പോകുന്നവരുമുണ്ട്. അവരെ നമ്മൾ വിസ്മരിക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട, ആർഭാടങ്ങളാണ് മനുഷ്യൻ അപകടത്തിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടി പലിശ എടുക്കുന്നു. ആ പലിശ പിന്നെ തിരിച്ചടക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ അഫാന്റെ ഈ ഒരു
ന്യൂസ് റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ വലിയ രീതിയിൽ സങ്കടം തോന്നി. അള്ളാഹു ആ കുടുംബത്തിന്, മരണപ്പെട്ടവർക്ക് അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അവരെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ.